നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് പറ്റുമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തി, അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളോട് മാച്ചബിളായ ഏരിയകൾ ഏതാണെന്ന് കണ്ടെത്തി ഇപ്പോൾ തന്നെ ഡ്രീം സെറ്റ് ചെയ്യണം. വെറുതെ ഡ്രീം സെറ്റ് ചെയ്യരുത്. ഒരു ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് വന്നു. അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ഡ്രീം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു IAS ആണ് എൻ്റെ ഡ്രീം. സത്യത്തിൽ ആ കുട്ടിക്ക് IAS ഡ്രീം അല്ല. ഡ്രീം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് കുറെ റൂട്ടുകളുണ്ട്. അതിന് വേണ്ട ഒരു ട്രാക്കും ആ കുട്ടി ലോണും അല്ല. അങ്ങനെയാണ് ആ കുട്ടി IAS എന്ന് പറയുന്നത്. നോക്കുമ്പോൾ ഏതോ ഒരു സെഷനിൽ ഒരാളുടെ മോട്ടിവേഷൻ സ്പീക്കിംഗ് കേട്ടിട്ട് അതിൽ ഞാൻ IAS ആകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഡ്രീം ചെയ്യുന്നതിന് അതിൻ്റെതായ റൂട്ടുകളുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് അതൊക്കെ ഡ്രീമിന്റെ ഏതൊക്കെ റൂട്ടുകൾ സ്വീകരിക്കണം, ഏതൊക്കെ സ്റ്റെപ്പുകൾ സ്വീകരിക്കണം എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡ്രീം സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൽ ചെക്ക് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. ഡ്രീമിന് നിങ്ങളൊരു വൈ കാണണം. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആ ഡ്രീം ചെയ്യുന്നു എന്ന് കാണണം. ലൈഫിൽ എപ്പോഴും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം കൂടെ പറയാം. എ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? നജാസ്. ഞാൻ അതിന്റെ ആശയം കൊണ്ട് പേര് ഉദ്ധരിക്കാം. എ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന രണ്ടുപേർ, അവർ ലോകത്ത് അറിയപ്പെട്ട ന്യൂറോളജിസ്റ്റുകളായിരുന്നു, ഭാര്യയും ഭർത്താവും. അവരെഴുതിയൊരു പുസ്തകമുണ്ട്. ആ വാക്കിന്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഈ ശ്വാസം കേവലം കാറ്റായി മാറുന്ന ഒരു സമയം. എന്ന് പറഞ്ഞാൽ ജീവിതം മരണമാകുമ്പോൾ എന്നാണ് ആ പുസ്തകത്തിന്റെ അർത്ഥം. അറിയപ്പെട്ട രണ്ട് ന്യൂറോളജിസ്റ്റുകൾ, ഭാര്യയും ഭർത്താവും, അവരുടെ ഒരു ലൈഫിലെ ഒരു കഥയാണത്. എന്തെന്നറിയാം? വെൻ ബ്രീത്ത് ബിക്കംസ് എയർ, ഒരു ശ്വാസം ഒരു കേവലം കാറ്റായി മാറുമ്പോൾ, ജീവിതം മരണമാകുമ്പോൾ എന്നതിൻ്റെ ഒരു നല്ല സാഹിത്യമുള്ള പ്രയോഗമാണത്. അതെന്താണ് അർത്ഥം എന്ന് പറയാം, ചുരുക്കി പറയാം. ലോകത്ത് അറിയപ്പെട്ട അവര് US നിന്നാണ് ഈ പുസ്തകം രചിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ത്യൻസ് ആണ്, തമിഴ്നാട് സ്വദേശിയാണ്. യെസ്, ലോകത്തറിയപ്പെട്ടവരാണ് രണ്ടുപേരും. ഞാൻ അതിന്റെ പശ്ചാത്തലം പറയാം. അവര് ഒരുപാട് കാലം ഓടി നടന്ന് ഒരുപാട് സർജറികൾ ചെയ്തു, ഒരുപാട് മനുഷ്യരെ രക്ഷപ്പെടുത്തി, ഒരുപാട് മനുഷ്യർ മരിക്കുന്നത് നേരിട്ട് കണ്ടു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട ആൾക്ക് ലങ്സിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത്. നേരത്തെ ഡോക്ടറായിരുന്ന ആൾ പേഷ്യന്റായി ചികിത്സയ്ക്ക് വിധേയമാകുന്ന സമയത്താണ് ഞാൻ മരണത്തിന് കീഴടങ്ങുകയാണെന്ന് മനസ്സിലാകുന്നത്. ആ സമയത്താണ് അവരൊരു കാര്യം ആലോചിക്കുന്നത്: ഞാൻ എന്തിനാ ഡോക്ടറായത്? അവർ രോഗിയായതിനു ശേഷം അവർ രണ്ടുപേരും ആലോചിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം. അവർക്ക് അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിന്റെ കൂടെ ഏതാനും ദിവസങ്ങൾ അവർ ജീവിച്ചു. ആ സമയത്താണ് അവർ പറഞ്ഞത്, ഡ്രീം എന്തായിരുന്നു, എന്താകണമെന്നറിയുന്നത് ഇപ്പോഴാണ്. ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്നത് ജീവിതത്തിന് വേണ്ടിയാണ്. ആദ്യം നമുക്കൊരു ജീവിതം വേണം, നമുക്ക് പാരൻസ് വേണം, നമുക്ക് ഫാമിലി വേണം. ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ വാല്യൂസ് ആയിപ്പോകും, കാറ്റായി പോകും, അർത്ഥമില്ലാത്ത ശൂന്യമായി പോകും. നമുക്ക് പേഴ്സണൽ ലൈഫ് വേണം. പേഴ്സണൽ ലൈഫ് ഇല്ലാതെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്താൽ നാം ശൂന്യമായി പോകും. അപ്പൊ ഡ്രീം സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ സ്കില്ലുകൾ എന്തൊക്കെ. ഒരാൾ ഒരു ഹൗസ് വൈഫ് ആകുന്നത്, ഒരാൾ ഒരു ഫാദർ ആകുന്നത് ഒരു വലിയ ലൈഫ് ഡ്യൂട്ടിയാണ്. ലൈഫിൽ ഒരാൾ വലിയ ഒരു IPS, IAS, IFS ആകുന്നതിനേക്കാൾ വലുതാണ് ഒരാൾ നല്ലൊരു അച്ഛനാകുന്നത്, നല്ലൊരു അമ്മയാകുന്നത്, ഒരു നല്ല പിതാവാകുന്നത്, നല്ല മാതാവാകുന്നത്. ഒരു ലൈഫിലെ ഏറ്റവും വലിയ ഒരു വാല്യൂ ആണ്. അതിന് മേലെ അതില്ലാത്തൊരു പ്രൊഫഷൻ, അത് ശൂന്യമാണ്. അത് പറയുന്നത് കൂടിയാണ് വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന പുസ്തകം.
ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാകണം. ആ ഡ്രീമിൽ നിങ്ങൾ നാളെയുടെ വലിയ വലിയ വക്താക്കളായി മാറണം, സംരംഭകരാകണം. നാളെയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിലെ പ്രധാനപ്പെട്ട കീ പൊസിഷനിലുള്ളവരാകണം. നാളെ ഈ സമൂഹത്തിന് ഡയറക്ഷൻ നൽകാൻ പറ്റിയ വലിയ ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾ മാറണം. വലിയ നിർമ്മാതാക്കളായി നിങ്ങൾ മാറണം. നല്ല അധ്യാപകരായി മാറണം. നല്ല നിർമ്മാതാക്കളായി മാറണം. നല്ല സാമൂഹിക നേതാക്കളായി മാറണം. നല്ല സോഷ്യൽ ലീഡറായിട്ട് മാറണം. ഇതിനെല്ലാം കഴിയുന്നവരാണ് നിങ്ങൾ.